ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കൈലാസാദ്രിനിഭം ശശാങ്കകലയാ സ്ഫൂർജൽജടാമണ്ഡലം നാസാലോകനതൽപരം ത്രിനയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസൽ ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശം പരം. രാത്രി ശിവരാത്രി ഇതുരാകാശശിധരൻ തന്നുടെ രാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധരൻ തന്നുടെ രാത്രി. മംഗളരാത്രി മാധുര്യരാത്രി, മംഗളരാത്രി മാധുര്യരാത്രി. മദനാരി തന്നുടെ ആനന്ദരാത്രി, മദനാരി തന്നുടെ ആനന്ദരാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധരൻ തന്നുടെ രാത്രി. താണ്ഡവരാത്രി താളത്തിൻ രാത്രി. താണ്ഡവരാത്രി താളത്തിൻ രാത്രി. ആണ്ഡവതാതന്റെ അത്ഭുതരാത്രി. അച്യുതരാത്രി അനവദ്യരാത്രി. അച്യുത പൂജിതൻ തന്നുടെ രാത്രി. അക്ഷയഭക്തി തന്നാമോദരാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധരൻ തന്നുടെ രാത്രി. പരമേശരാത്രി പാർവതിപുത്രി പതി തന്റെ പാവന രാത്രി. പരമേശരാത്രി പാർവതിപുത്രി പതി തന്റെ പാവന രാത്രി. പതി തന്റെ മാനസവേദിക തന്നിലായി പരമശിവനാടുന്ന രാത്രി. ഇതു പരമമ ഭക്തി തൻ രാത്രി. രാത്രി
ശിവരാത്രി ഇതുരാകാശശിധര തന്നുടെ രാത്രി. കുംഭമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ കുംഭമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ പാവനമാകുന്ന രാത്രി. പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്ന രാത്രി. പാലഭിഷേകത്തിൻ രാത്രി. ഇതു തേനഭിഷേകത്തിൻ രാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധര തന്നുടെ രാത്രി. സംഗീതരാത്രി സാഫല്യരാത്രി. സംഗീതരാത്രി സാഫല്യരാത്രി സായുജ്യമേകുന്ന രാത്രി. സർവേശ്വരന കൈലാസനാഥന്റെ സർവവരദാന രാത്രി. സാമവേദ പ്രിയ രാത്രി. താണ്ഡവരാത്രി താളത്തിൻ രാത്രി. സംഗീതരാത്രി സായുജ്യരാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധര തന്നുടെ രാത്രി. മംഗളരാത്രി മാധുര്യരാത്രി. താണ്ഡവരാത്രി താളത്തിൻ രാത്രി. അച്യുതരാത്രി അനവദ്യരാത്രി. സാംഗീതരാത്രി സായുജ്യരാത്രി സാഫല്യരാത്രി. ഇതു ശിവരാത്രി രാത്രി. ശിവരാത്രി ഇതുരാകാശശിധര തന്നുടെ രാത്രി. രാത്രി ശിവരാത്രി ഇതുരാകാശശിധര തന്നുടെ രാത്രി. ഇതു ശ്രീ മഹാദേവന്റെ മംഗളരാത്രി. ഇതു മഹാശിവരാത്രി. ഹര ഹര നമ പാർവതീ മതയേ. ഹര ഹര ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കവിത നീല സമാധി. നീലക്കാർ കുന്തളക്കെട്ടിൽ പീലിക്കണ്ണണിയുന്നവൻ. കുട്ടിക്കുറുനിരക്കൂട്ടം നെറ്റിയിൽ പറ്റിടുന്നവൻ. ഗോപീകര നഖച്ചേലാൽ ഗോപിക്കുറി തൊടുന്നവൻ. ചില്ലിവല്ലി നികുഞ്ചത്തെ മെല്ലെ മെല്ലെയുലയ്ക്കുവോൻ. വല്ലവീമണിയെ തൃക്കൺ തെല്ലുകൊണ്ടൊഴിയുന്നവൻ. കുണ്ടലത്തിൻ്റെ മിന്നിച്ച ഗണ്ഡത്തിനരുളുന്നവൻ. പുഞ്ചിരി പൂനിലാമുറ്റത്തോടയെ കിക്ലിയാക്കുവോൻ. കണ്ഠത്തെ തഴുകാൻ കൈകൾ നീട്ടും കൗസ്തുഭമാണ്ടവൻ. പൊൻകരങ്ങളിൽ മാണിക്യ കങ്കണങ്ങളിടുന്നവൻ. പുല്ലാങ്കുഴൽ നിനാദത്തിൽ താൻ തന്നെ അലിയുന്നവൻ. വന്യമാലകളാൽ ശ്രീക്കു പൊന്നുഴിഞ്ഞാലിടുന്നവൻ. കിങ്ങിണി ഗോപിമാരെത്തി നോക്കും പൊന്നാട പൂണ്ടവൻ. പൊഞ്ചിലമ്പുകൾ കൊഞ്ചുന്ന പിഞ്ചുകാലൂന്നിടുന്നവൻ. കാലു നക്കിത്തുവർത്തുന്ന കാലിയിൽ കൂറുതീർക്കുവോൻ. അമ്പാടിയണിമുറ്റത്തു ചാഞ്ചാടി മറിയുന്നവൻ. അൻപാഴിത്തിരകൾക്കുള്ളിലാറാടി മുഴുകുന്നവൻ. ശ്രീനാരായണ
ശ്രീനന്ദനന്ദനൻ സച്ചിദാനന്ദരസതുന്തിലൻ സുന്ദരസ്വപദാബ്ജത്തിൽ അസ്പന്ദരതി നൽകണം. ശ്രീനന്ദനന്ദനൻ സച്ചിദാനന്ദരസതുന്തിലൻ സുന്ദരസ്വപദാബ്ജത്തിൽ അസ്പന്ദരതി നൽകണം. ആ പദാബ്ജത്തിൽ അസ്പന്ദരതി നൽകണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശിവായ വാമദേവായ കൈലാസാദ്രിനിവാസിനെ പ്രണതക്ലേശനാശായ ഉമാകാന്തായ തേ നമഃ. ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 926 ദിവസം. ഇന്ന് ശിവരാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാദേവന്റെ അവദാനങ്ങളെ കീർത്തിച്ചും കൊണ്ട് രാത്രി ശിവരാത്രി എന്ന കീർത്തനം പാടിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. തുടർന്ന് കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിന്റെ നീലസമാധി എന്നൊരു ചെറിയ കീർത്തനവും നമ്മൾ പാടി സമർപ്പിച്ചു. ഇന്ന് ശ്രീമദ് ഭാഗവതം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 12ാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മോപദേശത്തെ നൽകുന്ന ശ്രീ ശിവബ്രഹ്മർഷിയുടെ ആ ഉപദേശങ്ങൾ, അതിൽ 9ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇന്ന് നമ്മൾ 10ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. ചോദിതോ വിപ്രവാക്യേന നത്വാം ധക്ഷ്യതി തക്ഷക മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. ഇവിടെ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുക്കുകയാണ്. പരീക്ഷത്തെ, അങ്ങയ്ക്ക് മരണമില്ല, അങ്ങ് ദേഹമല്ല, ദേഹത്തിന് മാത്രമാണ് നാശം എന്നുള്ളത് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൂടെ പരീക്ഷത്തിനെ കേൾപ്പിച്ച് ഇപ്പോ ഒടുവിൽ പറയുകയാണ്. വിപ്രവാക്യേന ചോദിതഃ, ബ്രാഹ്മണവാക്യം കൊണ്ട് പ്രേരിപ്പിക്കപ്പെടുന്ന തക്ഷകൻ. ഇത് ലംഘിത മര്യാദം അല്ലെ പറഞ്ഞു. ഈ മര്യാദ വിട്ട് പ്രവർത്തിച്ചവനെ 7ാം ദിവസം തക്ഷകൻ ദംശിക്കും എന്നാണ് ആ മുനികുമാരന്റെ ശാപം. അപ്പോ ഈ ശാപത്താൽ പ്രേരിപ്പിക്കപ്പെട്ടിരുന്ന തക്ഷകൻ ത്വാം ന ധക്ഷ്യതി, അങ്ങയെ നശിപ്പിക്കുകയില്ല. മൃത്യൂനാം മൃത്യും ഈശ്വരം, മരണഹേതുക്കളുടെയും മരണകാരനായിരിക്കുന്ന ഈശ്വരനെ മൃത്യവഹ, നാശകാരണങ്ങൾ ന ഉപധക്ഷ്യന്തി, നശിപ്പിക്കുകയില്ല. അഗ്നിയെ നശിപ്പിക്കാൻ അഗ്നിക്ക് സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ ഇതേപോലെ ചിന്ത ചെയ്യുക. അനുമാന ബുദ്ധി എന്ന് പറഞ്ഞു അല്ലെ. ദേഹാത്മഭാവത്തെ അതിക്രമിച്ച് പരമാത്മഭൂതനായിരിക്കുന്ന ആ ഈശ്വരനെ തന്നെ, ഈശ്വരനായി മാറിയ അങ്ങയെ ബ്രാഹ്മണ ശാപവാക്യം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട തക്ഷകനും കടിക്കാൻ സാധിക്കില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. ഉറപ്പിച്ചോളൂ. കാരണം സകല വസ്തുക്കളെയും നശിപ്പിക്കുന്ന
കാലൻ തുടങ്ങിയവരെ, അല്ലെ, സംഹാരമൂർത്തിയായിരിക്കുന്ന കാലനെ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിയമനം ചെയ്യുന്ന ഈശ്വരനെ ആർക്കാണ് നശിപ്പിക്കാൻ സാധിക്കുക? ദേഹവ്യതിരിക്തനായ പരമാത്മാവും ഈശ്വരനും ഒന്ന് തന്നെയാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്ന് ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ആ ഉപദേശം കൊടുക്കുകയാണ്. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ ന ദൃക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനാ. അഹം പരം ധാമ ബ്രഹ്മ, ഞാൻ പരമാധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം. പരമം പദം ബ്രഹ്മ, പരമോത്കൃഷ്ടമായിരിക്കുന്ന ബ്രഹ്മം. അഹം, ഞാൻ തന്നെ. ഇങ്ങനെ ആത്മാനം ആത്മനി ആധായ, ആത്മാവിനെ നിഷ്കളനായിരിക്കുന്ന ആത്മാവിൽ ആധാനം ചെയ്തിട്ട് ഏവം സമീക്ഷൻ, ഇതുപോലെ നന്നായിട്ട് കാണുന്നവനായി വിഷാനനൈ പദേ ദശന്തം, വിഷയുക്തങ്ങളായ മുഖങ്ങൾ കൊണ്ട്, ഭണങ്ങൾ കൊണ്ട് പാദത്തിൽ ദംശിക്കുന്ന ലേലിഹാനം തക്ഷകം, സർപ്പമായ തക്ഷകനെയും, ശരീരം ച, ദേഹത്തെയും, വിശ്വം ച, വിശ്വത്തെയും, ആത്മനഹ പൃഥക്, ആത്മാവിൽ നിന്ന് വേറിട്ടതായിട്ട് ന ദ്രക്ഷ്യസി, അങ്ങ് കാണുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മുകളിൽ വിവരിച്ചു. ഇനി തക്ഷകാദികളാകുന്ന മൃത്യുകാരണങ്ങളെ തന്നെ കാണുകയില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലേ? ഞാൻ സർവാധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം, ഇതാണ് ആദ്യം പറഞ്ഞത്. അഹം പരം ധാമ ബ്രഹ്മ. പിന്നെയോ പരമം പദം ബ്രഹ്മ അഹം. അപ്പോ സർവോത്കൃഷ്ടസ്ഥാനമായ ബ്രഹ്മം ഞാനാണ്, സർവാധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മവും താൻ തന്നെയാണ്. അങ്ങനെ ആ പ്രത്യേകാത്മാവിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്വൈതാനുഭവത്തോടുകൂടി നോക്കിയാൽ വിഷം നിറഞ്ഞ ഭണങ്ങൾ കൊണ്ട് പദത്തിൽ കടിക്കുന്ന തക്ഷകനെയോ സർപ്പത്തെയോ ശരീരത്തെയോ ഈ ലോകത്തെയോ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് കാണാൻ സാധിക്കില്ല. സർവം ഒരേ ഒരു ചൈതന്യം. ഇപ്പൊ തക്ഷകനിലുള്ളതും ഭഗവാൻ തന്നെ. എല്ലാം ബ്രഹ്മമാണ്, ഞാൻ ജീവനല്ല ബ്രഹ്മമാണ് എന്ന് അനുഭവപ്പെടുന്നതോടുകൂടി ജീവന്റെ ശോകാദികൾ നശിക്കുന്നു. ജീവൻ ദേഹമാണെന്ന് കരുതുമ്പോ ദുഃഖം, ജീവൻ ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് കരുതുമ്പോ നിത്യാനന്ദം. ഇപ്പൊ ബ്രഹ്മം ജ്ഞാനാഗുണു എന്ന് അനുഭവം വരുമ്പോ ആ ജ്ഞാനത്തിൽ ബ്രഹ്മം പരോക്ഷമായിരുന്നു എന്നുള്ള ആ വിചാരം അത് മാറും. അപരോക്ഷാനുഭൂതി എന്നാണെന്ന് പറയാം. അപ്പോ അഹം ബ്രഹ്മ ബ്രഹ്മാഹം, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അല്ലേ? അപരോക്ഷാനുഭൂതിയാണ്. അഹം ബ്രഹ്മ ബ്രഹ്മ അഹം. പിന്നെയോ ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. താത, ഹേ രാജാവേ, താത നൃപ, ആത്മാ വിശ്വാത്മനഃ ഹരേ, അങ്ങ് ലോകസ്വരൂപനായ ഹരിയുടെ ചേഷ്ടാം യഥാ പൃഷ്ടവാൻ, ചേഷ്ടയെ ഏതു തരത്തിൽ ചോദിച്ചുവോ, ഏതത്തെ കഥിതം, ഇത് അങ്ങയോട് പറഞ്ഞു തന്നു. ഭൂയ, ഇനിയും കിം ശ്രോതും ഇച്ഛസി, എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കഴിഞ്ഞു. പ്രശ്നോത്തരങ്ങൾ മുഴുവൻ ഉപസംഹരിക്കുകയാണ്. വിശ്വസ്വരൂപേണ മിന്നിത്തിളങ്ങുന്ന ആ ശ്രീഹരിയുടെ, ആ വാസുദേവന്റെ ഏതൊരു ലീലകളാണോ അങ്ങ് എന്നോട് ചോദിച്ചത്, അത് ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി എന്താണ് അങ്ങക്ക് കേൾക്കാൻ ആഗ്രഹം? ഈ ചോദ്യം തന്റെ ശ്രോതാവ്, തന്റെ ശിഷ്യൻ ഈ കേട്ടതിൽ സന്തോഷിക്കുന്നുണ്ടോ, പരിപൂർണമായി കൃതാർത്ഥനായോ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷത്തിനെ ഒന്ന് പരീക്ഷിച്ചും കൊണ്ട്
അവിടെ ഋഷഭബ്രഹ്മർഷി ചോദിക്കുകയാണ്, കിം ഭൂയ ശ്രോതുമിച്ഛസി. ഭൂയ ഇനിയും, കിം ശ്രോതും ഇച്ഛസി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തോടു കൂടിയാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ 12 സ്കന്ധത്തിൽ ആശ്രയ നിരൂപണം എന്ന ആ സ്കന്ധത്തിൽ മൃത്യുഭയ നിവാരണ നിരൂപണം എന്നുള്ള 5-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അവിടെയാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ മടക്കയാത്ര, അതേപോലെ തന്നെ ആ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കുന്നത്, ജനമേജയന്റെ സർപ്പസത്രം, വേദവിഭാഗം തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കുക. ഇപ്പോ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മദനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ
ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.